ബാലരാമപുരം 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ കോടതിയിൽ കുറ്റം നിഷേധിച്ച ഹരികുമാർ കുഞ്ഞിനെ കൊന്നത് താനല്ല എന്ന് അമ്മാവൻ ഹരികുമാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. പ്രതിക്ക് മാനസിക രോഗം പരിശോധിക്കാൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ്. പരിശോധനയ്ക്ക് ശേഷം പ്രതി ഹരികുമാറിനെ കോടതിയിൽ എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുകയാണ്. വീണ്ടും പലപ്പോഴായിട്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ സംഘം പ്രതിയോട് ചോദിച്ചപ്പോഴും പലപ്പോഴായി മൊഴി മാറ്റി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതി പലപ്പോഴായിട്ട് ഈ മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാനായിട്ട് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന് ഫൈനലായിട്ടൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല. അതിന് പ്രധാന കാരണം തന്നെ ഈ വീട്ടിലുള്ളവരുടെ, അതായത് ഈ കുഞ്ഞിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ പലതരത്തിലുള്ള മൊഴികളാണ്. കാരണം അമ്മ ഒന്ന് പറയുന്നു, സഹോദരൻ വേറൊന്ന് പറയുന്നു, അച്ഛനൊന്ന് പറയുന്നു, അമ്മൂമ്മ വേറൊന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വിരുദ്ധത കൊണ്ട് തന്നെ പോലീസിന് ഒരു തരത്തിലും ഇവരെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് മരിച്ചത് എന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് ആർക്കും കിട്ടി. കേരളത്തിലുള്ളവർ ഒന്നടങ്കം കാത്തിരിക്കുക ഈ കുഞ്ഞിനെ എന്ത് കാരണത്തിനാണ് കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്നറിയാൻ. എന്നാൽ ഒരു തരത്തിലും ഒരു തുമ്പ് ഒരിടത്തുനിന്നും കിട്ടുന്നില്ല. കാരണം പോലീസ് ഇവരുടെ അമ്മയുടെയും സഹോദരൻ്റെയും ഫോണൊക്കെ പരിശോധിക്കുന്നുണ്ട്. അവർ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു. അപ്പോഴൊക്കെയാണ് ഇവർക്ക് പരസ്ത്രീ ബന്ധങ്ങളും ഈ കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീധുവിന് പല പുരുഷന്മാരുമായിട്ട് ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു ജ്യോത്സ്യനും ഇതിനകത്ത് വന്നിരുന്നു. ജോത്സ്യന് 36 ലക്ഷം രൂപ പുള്ളിക്കാരി കൊടുത്തു എന്ന തരത്തിലൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ജോത്സ്യൻ്റെ മൊഴിയെടുത്തു. അപ്പോൾ ജോത്സ്യൻ പറയുന്നു, ഞാൻ ആ തരത്തിലൊന്നും അവരോട് കാശ് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഈ ശ്രീധുവിന് മറ്റൊരു ഭർത്താവ് കൂടി ഉണ്ടായിരുന്നു, അവർ എന്നെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ തരത്തിൽ പറഞ്ഞു. കുഞ്ഞിൻ്റെ മുത്തശ്ശിയെ ചോദ്യം ചെയ്തപ്പോഴാണെങ്കിലും അവർക്കൊന്നും അറിയത്തില്ല ഇക്കാരണമൊന്നും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛനെയും കുഞ്ഞിൻ്റെ മുത്തശ്ശിയെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ശ്രീധുവിനെയും സഹോദരൻ ഹരികുമാറിനെ അവിടെ വെച്ചു. ഹരികുമാർ ആദ്യം പറഞ്ഞത് പുള്ളിയാണ് കൊന്നതെന്നും പുള്ളിയാണ് കിണറ്റിലേക്ക് എറിഞ്ഞതെന്നുമാണ് പോലീസിന് മൊഴി നടത്തത്. അത് ധാർഷ്ട്യത്തിലൊക്കെ സംസാരിക്കുകയുണ്ടായി. ഞാനാണ് കുഞ്ഞിനെ എറിഞ്ഞു കൊന്നത്, നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഓരോ മൊഴി മാറ്റി മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹരികുമാർ. 5 ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അപ്പോഴും ഓരോ ദിവസവും ഓരോ മൊഴിയാണോ കൊടുത്തത് ഈ പുള്ളി? ആയാലും ഈ കുഞ്ഞിനെ എന്തിനാണ് ഇവര് കൊന്നത്? ഇപ്പോൾ കോടതി ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാനായിട്ട് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ പ്രതി മാനസികമായിട്ടൊരു വെല്ലുവിളി നേരിടുന്നുണ്ടോ, പ്രതി മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം നിർബന്ധമായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടി പ്രതിയെ പരിശോധിക്കണം. നിലവിൽ ഇത്തരത്തിലൊരു മരുന്ന് കഴിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഈ മാനസികമായിട്ട് സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ടാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ അന്വേഷണ സംഘത്തിന് തലവേദനയായി മാറുകയാണ്. കാരണം അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം നടത്തിയാണ് ആദ്യം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത്. അത്തരത്തിൽ 1.5 ദിവസം കസ്റ്റഡിയിലിരുന്നപ്പോഴും പ്രതി ഇക്കാര്യം പറഞ്ഞു, താനാണ് കുഞ്ഞിനെ കൊന്നത്. അതിൽ പ്രധാനമായും അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീധു രണ്ടാമത് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹം കുറയുകയും കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു, അങ്ങനെയുള്ള ഒരു ദേഷ്യം, അത്തരത്തിലൊരു വിരോധം അമ്മയോട്, അതായത് സഹോദരി ശ്രീധുവിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹരികുമാർ പോലീസിനോട് അന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മറ്റൊരു കാര്യം, പരസ്ത്രീ ബന്ധവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ ശ്രീധു വിലക്കിയിരുന്നു. അതിലും ദേഷ്യമുണ്ടായിരുന്നു. ഈ ഒരു ദേഷ്യത്തിന്റെയും ഇത്തരത്തിലുള്ള ഒരു വിരോധത്തിന്റെയും പേരിലാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്നുള്ള ഒരു മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ശരിക്കും ഈ ഹരികുമാർ അന്വേഷണ സംഘത്തോട് നൽകിയത്. എന്നാൽ ഇപ്പോൾ 5 ദിവസം പിന്നിടുമ്പോൾ കോടതിയിലെത്തിയപ്പോൾ അതേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ, ഷിജു എഫ് എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന് മുന്നിൽ വീണ്ടും പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുന്നു. താനല്ല കുറ്റം ചെയ്തത് എന്നുള്ളതാണ്. ഏറ്റവും ഉപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ജയിലിൽ കഴിഞ്ഞപ്പോഴും പ്രതി ഏറെ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്ത ഒരു പ്രതി എന്ന നിലയിൽ ജയിലിനുള്ളിലും പ്രതിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയുടെ ഈ മാനസിക നില പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം.